അസ്സലാമലൈക്കും. എന്തൊക്കെയാണ് അപ്പം എല്ലാവരും വർത്താനം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതണേ. അപ്പം ഞമ്മക്കും ഇവിടെ സുഖമാണ്. അപ്പം എവിടെയപ്പം എല്ലാവരും ഉള്ളത്? എല്ലാവരും പെരിയിലും ഉണ്ടാവില്ലേ? പെരിയിലും കുടിയിലും ഇപ്പം നന്നാക്കണ പണി തന്നെയല്ലേ ഇപ്പം നമുക്ക് പെണ്ണുങ്ങൾക്കുള്ളൂ. ഷാബാനായ റമദാൻ വരികയല്ലേ, നമുക്ക് നനച്ചുള്ളിപ്പണി തുടങ്ങണ്ടേ? നിങ്ങളെന്താണ് ഈ പറയുന്നത്? നനച്ചുള്ളിപ്പണി എന്ന് പറഞ്ഞാൽ നമുക്ക് പെണ്ണുങ്ങൾക്ക് എടുത്താൽ തീരാത്തൊരു പണിയാണല്ലോ. എത്ര തോത്തിയാലും തുടച്ചാലും ഞമ്മൾത് അങ്ങോട്ട് ശരിയായി കിട്ടൂല എന്നൊരു തോന്നല. ഞമ്മക്ക് ശരിയാകൊക്കെ ചിജ്ജും, പറഞ്ഞിട്ട് കാര്യമില്ല. ഞമ്മക്ക് പഴയ പാത്രങ്ങൾ എടുക്കാത്ത കുടുക്കിയും പാത്രവും ചട്ടിയും ഒക്കെ എടുത്തിട്ട് മോറലും ഗഗ്ഗലും, അതേമാതിരി അലമാരിയിൽ എടുക്കാത്ത പുതപ്പും തുണികളും ഒക്കെ കൊണ്ടുപോയി താട്ടി തോർച്ച് തിരുമ്പി കൊണ്ടുവന്ന് പോയല്ലാത്തൊരു പൈപ്പുന്നേരം തിരുമ്പി കാടക്കയും ബെഡ്ഷീറ്റും എല്ലാതും എടുത്ത് തിരുമ്പി നന്നാക്കി നമ്മളങ്ങോട്ട് ഉസാറാക്കണം. പണ്ടൊക്കെ ഈ ജാതി പൊടിയൊക്കെ പാറത്തിൻ്റെ ഇടയിട്ടൊക്കെ വരച്ച് നന്നാക്കലേന്. ഇപ്പം ഈ ജാതി പൊടിയൊന്നും ഇവിടെ ഉണ്ടാവില്ല കേട്ടോ. എന്നപ്പം ഇനി ഉണ്ടാവും. പിന്നെ നമ്മൾ ഈ കുടുക്കാളൊക്കെ എടുക്കാത്ത കുടുക്കാളൊക്കെ തട്ടുമ്പുറത്തേക്കാണ് കയറ്റിയിട്ട് അലോകത്ത് എന്നാൽ നനച്ചുള്ളിപ്പണി എടുക്കലാണെങ്കിൽ പിന്നെ പറയും വേണ്ട, നമ്മൾ അതിൽ ഉസാറാക്കി എടുക്കണം എന്നാണല്ലോ നമ്മളൊക്കെ വിചാരം. അത് പിന്നെ അങ്ങനെ തന്നെ കാരണം നമുക്ക് ഓരോരുത്തരെ കാണുമ്പോഴല്ലേ നമുക്കൊരു പുതിയ കല ഇഞ്ചത് എടുത്തിട്ടില്ലല്ലോ റബ്ബേ, നമ്മൾ എടുക്കണ്ടല്ലോ എന്നുള്ളൊരു ബേജാറേക്കാരം. അതിനൊക്കെ നമ്മൾ നല്ല ഉസാറാണ്. എന്നാൽ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഈ പാറവത്തിൻ്റെ ഇട്ട് ഒരുക്കണ ഈ മനസ്സുണ്ടല്ലോ, അത് നമ്മളെ മനസ്സൊന്ന് നന്നാക്കുകയാണ് കേട്ടോ വേണ്ടിയത്. എത്രങ്ങാനും ആൾക്കാരുണ്ടാവും കുയിമ്പും കുസുമ്മിയും കുഞ്ഞായ്മയും കാട്ടി നടക്കണോലെ. അതോ അപ്പുറത്തോരോട് മുണ്ടൂല, അതില്ലെങ്കിൽ പെരീത്തോരോട് മുണ്ടൂല, അമ്മായിമ്മയും മരുവളായിട്ടും മരുവളും അമ്മായിമായിട്ടും മുണ്ടൂല. ഇങ്ങനെ ഞാൻ പറയുന്നല്ല, എവിടെയെങ്കിലും ഈ നനച്ചുള്ളി പണിയെടുക്കുമ്പോൾ ഈ മുണ്ടാത്തോരോട് കുയിന്തും കാട്ടി എടുത്തുകാണ്ട് എവിടെയെങ്കിലും ഒന്ന് തട്ടിത്തറിഞ്ഞ് പൂണാൽ വരാണ്ടാകുക. മുണ്ടാതെക്കണ അമ്മായിമ്മയാണെങ്കിൽ അമ്മായിമ്മയ്ക്ക്, മുണ്ടാതെക്കണ മരുവളാണെങ്കിൽ ചിലപ്പോൾ മരുവളേക്കാരൻ, അല്ലെങ്കിൽ അലോകത്തെ താത്തിക്കാരൻ വണ്ടിയാലുണ്ടാവുക. എന്തിനാണ് ഇതൊക്കെ കൊയ്തും കാട്ടി ഇതൊക്കെ എടുക്കുന്നത്? കാര്യമില്ല. നമ്മളെ മനസ്സ് നന്നാക്കണം. മനസ്സ് നന്നാക്കിയിട്ട് നമ്മളില്ല കുക്കിയും പാത്രം പെരിയും കൂടിയും വാതിലും ജനലും ഒക്കെ മൂറിയാലും നന്നാക്കിയാലും മതി. അതല്ലാതെ നമ്മൾ ഒരിക്കലും ഞാൻ ഈ പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങോട്ടൊരു വേണ്ട. ഞാൻ നല്ലതിനും വേണ്ടിയിട്ട് തന്നെ പറയുന്നത്. എന്തിനാ നമ്മൾ ഒരാളോട് മുണ്ടാതൊക്കെ നമ്മൾ റംസാൻ മാസത്തേക്ക് നോയമ്പ് വിളിക്കാൻ പോയിട്ട് പെരും കൂടി നന്നാക്കിയിട്ട് കാര്യമുണ്ട്? ആരെ പൊപ്പിച്ചാൽ ആരും കാണൂല, പഠിച്ചോന്നൊക്കെ കാണുന്നുണ്ട്. നമ്മളൊന്നാണ് താന്നു കൊടുക്കുക, ഓലോട് പോയി മുണ്ട ഒരു സലാം പറയുക, ഒക്കെ തീരും. പിന്നെ ഓലടിയിൽ നമ്മൾ താന്നു വിചാരിച്ചിട്ട് എന്താ? പഠിച്ചോൻ്റെ ഇതിൽ നമ്മൾ മുന്നിലാണ്, ഓലടിയിലല്ലേ നമ്മൾ വെക്കലേ. അതുകൊണ്ടൊന്നും ഒരു ഇതും വരാനില്ല. അപ്പോൾ കണ്ടറിഞ്ഞ് മുണ്ടാത്തോലും തെറ്റിക്കണവരൊക്കെ ഒന്ന് നന്നായി വരും കേട്ടോ. ജനാൽമയും ഗോതമ്പയും കുറച്ച് പൊടിയുണ്ടെന്ന് കരുതിയാണ്ട് ഒരു കുഴപ്പമില്ല. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തൊട്ടും ഇതാക്കുകയൊക്കെ ചുറ്റും. പിന്നെ നമുക്ക് പണ്ടേ ഈ ഒരു ആചാരം നമ്മൾ എടുത്തുകൊണ്ട് പോകണം. പണ്ടേ ഇല്ലവർക്ക് ഇതൊന്നും എടുക്കാൻ നേരമില്ലേന്. ഓർക്ക് നേരത്തിന് അടിച്ചോടും തൊഴുക്കും പെരന്നാക്കാനൊന്നും അല്ല. ഓർക്ക് പാടത്തേക്ക് പോകണം, പറമ്പൊക്കെ പോകണം, അതിൻ്റെ ഇടയിൽ പൂള കളിക്കണം, പിന്നെ നെല്ല് പീങ്ങണം, നാവ് നടലേ, ഈ ജാതി ഭാഗ പരിപാടികളൊക്കെ ഇല്ലേ. ഇന്ന് നമുക്ക് എന്ത് ഒലക്കയുള്ളത്? ഒരു ഒലക്കിയില്ല. ഇന്നാലേക്ക് നമ്മളെ പണിയോ കജ്ജൂല്ല. നമുക്ക് തിരുമ്പാനാൾ, തേക്കാനാൾ, മറ്റീനാൾ, തുടക്കാനാൾ, എല്ലാത്തിനും നമ്മളോട് ആൾക്കാരല്ലേ. സ്വിച്ചിട്ടാൽ നമുക്ക് അരിഞ്ഞാൽ വരും. അന്നൊക്കെ അമ്മിമ്മലിട്ട് ആട്ടി അരച്ചുണ്ടാക്കണ്ടേ. ഇപ്പം അതൊന്നും വേണ്ടില്ല. അന്നുള്ളവർക്ക് ഇതിനൊന്നും നേരമില്ലാത്തതുകൊണ്ട് ഈ ഒരു നോമ്പാകുമ്പോഴത്തേന് നനച്ചുള്ളി പണി എന്ന് പറയുമ്പോൾ എല്ലായിടത്തും ഒന്ന് നന്നാക്കി ഒന്ന് വൃത്തിയാക്കി റമദാൻ മാസത്തേക്ക് ഒരു മുന്നൊരുക്കം കിട്ടിയിട്ടാണ്. ഇപ്പം എല്ലാം പണ്ടത്തെ പോലെയല്ലല്ലോ, എന്നും നല്ല വൃത്തിയിലും വെടുപ്പിലൊക്കെ തന്നെയാണ്. ഇപ്പം നമ്മളെ മനസ്സിനാണ് വല്ലാത്ത കറിയും പൊടിയും പിടിച്ചിട്ടുള്ളത്. അത് നല്ലോണം തട്ടി നന്നാക്കുക. എന്നിട്ട് നമ്മൾ ഇപ്പം തന്നെ അങ്ങോട്ട് ഒരുങ്ങുക റമദാനിക്ക്. അതാണ് വേണ്ടിയത്. റമദാനിക്ക് നമ്മൾ ഇപ്പം തന്നെ അങ്ങോട്ട് ഒരുങ്ങിയിട്ട് സലാത്തും ദിക്റും ഖുർആനും കൊണ്ട് ഇപ്പം തന്നെ അങ്ങോട്ട് ഒരുങ്ങിയിട്ടാണ് നിൽക്കുക. അപ്പം നമ്മളെ പണിയെടുത്തതും ഉസാറാകും, നമ്മളെ മനസ്സും ഉസാറാകും, എല്ലാം ഉസാറാകും. റമദാൻ അതിന് മേലെ അടുക്കും മേലെ ഉസാറേക്കാരം. അപ്പം നമുക്ക് ഇനി പിന്നെ ഒരു വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.